നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം പടവുകളിൽ അതിഥിയായി ചേരുന്നത് ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിൽ സജീവമായി പൊതുപ്രവർത്തനവും ക്ഷേത്ര സമുദ്ധാരണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന നെല്ലായ കൃഷ്ണപ്പടിയിലെ ശ്രീ സുകുമാരൻ സാറാണ്. സുകുമാരൻ സാറിന് പടവുകളിലേക്ക് വലിയ സ്വാഗതം. സാറേ നമസ്കാരം. നമസ്കാരം. നമുക്ക് വേറെ നേരിട്ടിട്ട് ചോദിക്കാം. സുകുമാരൻ സാറ് വളരെ സിമ്പിളായി കാര്യങ്ങളെ കാണുന്ന ആളാണ്. വലിയ കഷ്ടപ്പാടിലൂടെ വന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. എങ്ങനെയാണ് ഈ ഇന്ത്യൻ എയർലൈൻസിലേക്കുള്ള പ്രവേശനത്തിന് മുന്നുള്ള ജീവിതകാലം? ഇന്ത്യൻ എയർലൈൻസിലേക്ക് മുന്നുള്ള ജീവിതകാലം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. തോറ്റതാണ്. അന്ന് കൃഷിപ്പണിയായിരുന്നു. അച്ഛനും ഞാനും എൻ്റെ അമ്മയും മാത്രം, വേറെ മക്കളില്ല. കാർഷിക പ്രവർത്തനമാണ്. കാർഷിക പ്രവർത്തനം, നല്ല ആത്മാർത്ഥമുള്ള കാർഷിക പ്രവർത്തനമായിരുന്നു. ഒട്ടും സമയം കളയാതെ രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 6 മണി വരെ കന്നൊക്കെ ഉണ്ടായിരുന്നു. കൃഷിയും കന്നും കൃഷിയും കാളപൂട്ടും എല്ലാം ഉണ്ടായിരുന്നു. കന്നുകൂട്ടിയിരുന്നു. കന്നുകൂട്ടിയിരുന്നു എല്ലാ പണി. കന്നുകൂട്ടല്ല, ഓരോ കന്നോ ഇര കന്നോ എത്ര ഓരോ കന്നോ കന്നുകൂട്ടും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടമാനം കൃഷി ഏരിക്ക് പൂട്ടിയിരുന്നു. നമ്മളെ പാട്ടത്തിനെടുത്ത് പാട്ടകൃഷി അങ്ങനെ നടത്തിയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കലാപരിപാടികളായിട്ട് കാളപ്പൂട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ 1971 ജൂൺ മാസം 4-ാം തീയതി എയർലൈൻസ് കയറി. ഇന്ത്യൻ എയർലൈൻസ് 1971 കയറി. ജൂൺ 4-ാം തീയതി. ഒരു 73 നവംബർ 28-ാം തീയതി വരേക്ക് ജോലി ചെയ്തു. പിന്നീട് അവർ ടെമ്പററിക്കാരൊക്കെ പുറത്താക്കി. താൽക്കാലിക ജീവനക്കാരെ ഇന്ത്യൻ എയർലൈൻസ് പുറത്താക്കി 73 എടുത്തു. അത് എന്താ കാരണം വെച്ചാൽ സ്ട്രൈക്ക് വന്നു, പണിമുടക്ക്. അപ്പം പണിമുടക്ക് നമ്മൾക്ക് ബന്ധമില്ല. അപ്പോൾ ഫ്ലൈറ്റൊക്കെ ക്യാൻസലായി, എല്ലാവരും പുറത്താക്കി. അപ്പം ഞാൻ പോന്നു. പിന്നെ ഞാനിവിടെ പൂർണ്ണമായിട്ടും 100% കൃഷിപ്പണി, ഒരു ഇടതടവില്ലാതെ. അങ്ങനെ 79 വരേക്ക്, 77 വരേക്ക് അത് നടന്നു. 5 വർഷം, 4 വർഷത്തോളം തന്നെ. 77 അവസാനം വെച്ചിട്ട് ജനതാ ഗവൺമെൻറ് നമുക്ക് ജോലി തരാൻ തയ്യാറായി. പണി മുടക്കിയവർക്കെല്ലാം ജോലി തിരികെ പ്രവേശിപ്പിക്കാൻ തീരുമാനമായി. അത് വലിയൊരു തീരുമാനം. വലിയ തീരുമാനം. പക്ഷെ അവിടെ എനിക്ക് ചെറിയ അടി പറ്റി. ഞാനും അവിടുത്തെ ഒരു സൂപ്പർ പറയുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്. ഞാനും സൂപ്പറിൻ്റായിട്ട് ചെറിയൊരു സ്വാതന്ത്ര്യ പണക്കുണ്ടായിരുന്നു. അയാളുടെ പേപ്പർ അയച്ചില്ല. എല്ലാവരും പേപ്പർ അയച്ചു, എൻ്റെ പേപ്പർ മാത്രം അയച്ചില്ല. സാറിൻ്റെ അയച്ചില്ല. പക്ഷെ എനിക്ക് ആ വിവരം കിട്ടി. പക്ഷെ എന്ത് ചെയ്യണം ഒരു നിവൃത്തിയില്ല. കാരണം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് കന്ന് പൂട്ടി വന്നിട്ട് പാടത്തേക്ക് പയ്യനെ വിട്ടുപോയി. അപ്പം പയ്യനെ വിട്ടുപോയി നിൽക്കുന്ന സമയത്ത് ഒരു വയസ്സായ ആളാ, ചെറിയൊരു വിക്കലുണ്ട്. നമ്മളെ വലിയ കാര്യമാണ് എൻ്റെ അച്ഛനൊക്കെ. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പണിക്ക് സുഖം തന്നെയല്ലേ? സുഖമാണ്. പിന്നെ കുഞ്ഞൂട്ടം വന്നിട്ടുണ്ട്. അതൊരു ദൈവം യോഗ. ഒരു വയസ്സായ ആളെ കാണാൻ നല്ല ഉച്ചയാണ്. ഉച്ച 2 മണി നേരമാണ്. ഒരു മനുഷ്യൻ പുറത്തിറങ്ങില്ല. ആ നേരത്തെ അദ്ദേഹത്തിന് വരേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം വന്നു. പാടത്ത് വരമ്പ് വയ്ക്കുമ്പോഴാണോ? പയ്യൻ വയ്ക്കാം. അപ്പോൾ ഇദ്ദേഹം വന്നു. ശരി എന്നും പറഞ്ഞു. ഞാൻ അപ്പോൾ പയ്യന് തീറ്റൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്യണോ, നമ്മുടെ പയ്യന് സ്വഭാവമുണ്ട്, കയറാൻ കഴുത്ത് ചുറ്റിയാൽ അവൾ നേരെ തോട്ടിനോടേക്ക് പോകും. അവിടെ നിൽക്കും. കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ നേരെ പോരും ചെയ്യും. ആരും വേണ്ട, അവൾ തന്നെ പോകണം. അപ്പം ആദ്യം പയ്യന് വന്നപ്പോൾ ഇവർ വിചാരിച്ചു എന്താ അപ്പം നേരത്തെ കൊണ്ടുപോയിട്ട് നേരത്തെ വരണം. ഞാൻ വേഗം കയറി വന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒന്നും മുടക്കാൻ പറയണ്ട, ഒന്ന് പുത്തം വിട്ടേറ്റം പോകണം. എന്താ? കുഞ്ഞുട്ടനാടി വന്നിട്ടുണ്ട് കാണാൻ പോയിട്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, അമ്മോട് പഞ്ചസാര എന്താ ഉള്ളത് ചോദിച്ചു നോക്കാം. അമ്മയെ പഞ്ചസാര ഉണ്ടോ? ഉണ്ട്. 2 കിലോ പഞ്ചസാര എടുത്തോ. പ്രേക്ഷകരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിതൃ കാര്യങ്ങൾ പറയുമ്പോൾ ഓർമ്മയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ വരുന്നുണ്ട്. നമ്മുടെ പുതുതലമുറ ഓർക്കേണ്ട ഒരു സംഗതിയാണ് അച്ഛനെയും അമ്മയെയും ഉള്ള ആ ഓർമ്മകൾ. നമ്മൾ വലിയവനെ കാണാൻ പോകുമ്പോൾ കാഴ്ച വെക്കണം. അതെ. അന്നത്തെ ഒരു പഞ്ചസാര എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം. കുഞ്ഞൂട്ടൻ നെടുങ്ങാടിനെ കാണാൻ പോവാണ്. കുഞ്ഞൂട്ടൻ നെടുങ്ങാടി ആരാണ്? അതാണ് പുത്തം വീട്ടിലെ അമ്മാൾക്കോൽമ മകൻ കുഞ്ഞൂട്ടൻ നെടുങ്ങാടി. അയാൾ ആരാണ്? അയാള് ഇന്ത്യൻ എയർലൈൻസിൻ്റെ
വെസ്റ്റേൺ റീജിയൻ്റെ ചീഫ് കമേഴ്ഷ്യൽ മാനേജറാണ്. വലിയ ഉദ്യോഗസ്ഥനാണ്. ബോംബെ റീജിയൻ വലിയ ആളാണ്. അപ്പോൾ ഞാൻ പോയി ചെന്നു, അദ്ദേഹത്തിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം അച്ഛനോട് പ്രശ്നം നടത്തി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ മോന് പറയാനുള്ള ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യമുണ്ട്, എല്ലാവർക്കും വന്നിട്ടുണ്ട്, എനിക്ക് വന്നില്ല. കാരണം പി വി സുബ്രഹ്മണ്യൻ ഞാനുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണെന്നാണ് എൻ്റെ വിശ്വാസം. സാറില്ല, ഞാൻ നാളെ മദ്രാസ് കഴിക്കാൻ പോകുന്നു. ഞാൻ ഹൺസിനെ കണ്ടിട്ട് പേഴ്സണൽ പാർട്ടിൽ ഇരുന്നിട്ട് ഹൺസിനെ കണ്ട് ഞാൻ തന്നെ അയപ്പിക്കാം, പഠിക്കണ്ട, വരും കേട്ടോ. പറഞ്ഞ മാതിരി വന്നു. താങ്കളുടെ ജീവിതത്തിൽ വലിയ ഒരു മാർഗദർശകനായത് ആദരണീയനായ യശസ്വരീയനായ കുഞ്ഞുകുട്ടൻ നെടുങ്ങാടിയാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. വെസ്റ്റേൺ കമാൻഡ് ആണോ അല്ലേ അദ്ദേഹം? ഇന്ത്യൻ എയർലൈൻസിന്റെ വെസ്റ്റേൺ കമാൻഡിലെ കമേഴ്ഷ്യൽ മാനേജർ, ചീഫ് കമേഴ്ഷ്യൽ മാനേജർ. വലിയ പോസ്റ്റാണ്. ആ ഭാഗത്ത് ആർക്കും മാത്രമേ, എല്ലാ റീജിയനിലും അങ്ങനെയാണ്. അതെ. അവിടുന്ന് അതിൻ്റെ പ്രതിഫലനമൊക്കെ നമ്മൾ അവിടെ ഇൻ്റർവ്യൂ ചെന്നപ്പോൾ കണ്ടു. എല്ലാവരുടെയും ആ ഓരോ ഭാഗത്തുള്ള ബിഹേവിയറും നമ്മളെ കാണുന്ന ആ കാഴ്ചപ്പാടും അത്ര ഏതോ വലിയ മനുഷ്യൻ്റെ ഏതോ വലിയ ആളാണ്, അങ്ങനെയാണ് ആ ഇത് കിട്ടിക്കണ. അല്ലെങ്കിൽ അങ്ങനെ വരില്ല. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പം തന്നെ ഓർഡർ ചെയ്തു. അപ്പം തന്നെ എവിടേക്കാണ് ഓർഡർ? ബാംഗ്ലൂർക്കാണ്. എഞ്ചിനീയറിംഗ് ഹെൽപ്പർ. നല്ല തസ്തിക, എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് സഹായിയായിട്ടാണ്. എഞ്ചിനീയറിംഗ് ഹെൽപ്പറാണ്. പോയി ജോയിൻ ചെയ്തു. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ SSLC പാസ്സായാൽ 5 വർഷം കൊണ്ട് പ്രൊമോഷൻ കിട്ടും. ഈ ഹെൽപ്പർ തസ്തിക 5 വർഷം. SSLC പാസ്സായാൽ 5 വർഷം കൊണ്ട് പ്രൊമോഷൻ കിട്ടും. പക്ഷേ SSLC പാസ്സാവുക എന്ന് പറഞ്ഞാൽ അന്നത്തെ എൻ്റെ ജോലിയും ഈ SSLC പാസ്സായാലും കൂടെ അത്ര എളുപ്പമല്ല. കാരണം ഞാൻ 100% ജോലിയിൽ അർപ്പണ മനോഭാവത്തിലാണ്. അപ്പോൾ എനിക്ക് വേറൊരു വേണമെങ്കിൽ ചീത്ത സ്വഭാവം എന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ വാശി എന്ന് പറയാം. എനിക്ക് ഓട്ടം കിട്ടണം. 1 മിനിറ്റ് ഓട്ടം കളയില്ല. അങ്ങനെയുണ്ട്. എത്ര ഇതായാലും ശരി, 24 മണിക്കൂർ ജോലി തന്നെയാണോ ഞാൻ ചെയ്യും. അങ്ങനെയാണ്. കഠിനാധ്വാനിയാണ്. അപ്പോൾ ആ ഓവർ ടൈം ചെയ്യുന്ന സമയത്ത് ഈ പഠിക്കാൻ സമയമില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, വേണ്ട, 7 വർഷം കഴിഞ്ഞ് ഓട്ടോമാറ്റിക് കിട്ടുമല്ലോ. 2 വർഷം കാത്തിരിക്കണമെന്നല്ലോ. ശരി, 2 വർഷം കാത്തിരിക്കണം. കല്യാണം കഴിഞ്ഞു. 84 കല്യാണം കഴിഞ്ഞു. അല്ല 84 കല്യാണം കഴിഞ്ഞു. 84 കല്യാണം കഴിഞ്ഞ് ടെസ്റ്റ് എഴുതി. 16 പേര് ടെസ്റ്റ് എഴുതി. 2 പേരെ പാസ്സായുള്ളൂ. 3-ാമത്തെ ആളെ ചവിട്ടി കയറ്റി. അത് വേറെ ആയിക്കോട്ടെ. ആ 2 പേരൊരാൾ ഞാനാണ്. 98% മാർക്ക് കിട്ടി. പാസ്സായി. ടെസ്റ്റ് പാസ്സായി. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഹൈദരാബാദിലേക്ക് ട്രെയിനിങ്. അപ്പോൾ ആ ടെസ്റ്റ് പാസ്സായതിന് ശേഷം ടെക്നിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ടെക്നിക്കൽ ടെസ്റ്റിൽ നമുക്ക് ഒന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ഗംഗാരനുണ്ട്, മാനുകാരനാണ്. അവൻ എന്നെയല്ല, അവൻ സാറ്റർഡേ സൺഡേ വേറെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് പോകും. നാഷണൽ എയറോനോട്ടിക്കൽ ലിമിറ്റഡിലെ മാനുകാരനാണ്. അവൻ ഇവിടെ പോകുന്നുണ്ട്, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോകുന്നുണ്ട്. അവൻ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അവൻ പറഞ്ഞു, നീ കൂടെ വന്ന് സാറ്റർഡേ, എല്ലാ സാറ്റർഡേയും വാ, ഞാൻ നിന്നെ പഠിപ്പിച്ചുതരാം. തിയറി ആണോ പ്രാക്ടിക്കലാണോ? പ്രാക്ടിക്കൽ. തിയറി പ്രശ്നമില്ല, പ്രാക്ടിക്കൽ. അപ്പോൾ സാധാരണ 6mm ഷീറ്റും ഇതൊക്കെയാണ് ഉപയോഗിക്കുക. പക്ഷെ ഞങ്ങൾക്കത് കിട്ടിയ 12mm ഷീറ്റാണ്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. ഈ ഗംഗാരൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം ഉണ്ടാവുകൊണ്ട് എനിക്കത് ഈസിയായി കൈകാര്യം ചെയ്യാം. അങ്ങനെ ടെസ്റ്റ് വിജയിച്ചു. കാരണം ഗംഗാരൻ 3 ടെസ്റ്റാണ് എന്നെ പഠിപ്പിച്ചത്. ഒന്ന് വി മെയില്, വി ഫീമെയിൽ അല്ല ഫീറ്റിങ്, ടി, പിന്നെ ഏതാണ് എല്ല്. അപ്പോൾ നമ്മളെ പ്രേക്ഷകരിലായിട്ടുള്ള ആളുകൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വളരെ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ് അദ്ദേഹത്തിൻ്റെ. കേൾക്കണം കേട്ടോ. അവിടുന്ന് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പേ ഇവിടെ ഇന്ത്യൻ എയർലൈൻസിൽ ആദ്യം ജോലിക്ക് കയറിയത് ഇഞ്ഞുലേരിയത്തെ ശ്രീധരവാര മുഖാന്തരം കാഷ്വലായിട്ട്. പിന്നെ പെർമനൻ്റ് ആവാൻ ഉള്ള ഇൻ്റർവ്യൂവിന് പുത്തമ്പേടിലെ അമ്മാൾക്കുണ്ടാക്കാൻ കുഞ്ഞുകുട്ട നെടുങ്ങാടി സാറ്. ഇനി 3-ാമത്തെയാണ് പ്രൊമോഷൻ. പ്രൊമോഷൻ വന്ന സമയത്ത് ഭയങ്കര ടഫാണ്. അവിടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ നടക്കില്ല. എത്ര പാസ്സായാലും ശരി റെക്കമെൻഡേഷൻ വേണം. ഫസ്റ്റ് റെക്കമെൻഡേഷൻ സേതുവിൻ്റെ അളിയൻ, വാരസാറിൻ്റെ സേതുവിൻ്റെ അളിയൻ PV രാമചന്ദ്രൻ, നെല്ലായ വാര്യത്തെ രാമേന്ദ്ര വാര്യർ. അയാൾ
അന്ന് RD ആണ്, റീജിയണൽ ഡയറക്ടർ, ഇന്ത്യൻ എയർലൈൻസിൻ്റെ റീജിയണൽ ഡയറക്ടറാണ് തമിഴ്നാട് ഇവിടെ മദ്രാസിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ബാംഗ്ലൂർ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ഫ്ലൈറ്റ് കൊണ്ട് വന്നു. ഞാൻ ഉള്ളിൽ കയറി എനിക്ക് ഉള്ളിൽ പോയപ്പോഴും ഞാൻ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഉള്ളിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. ശരി, കുഴപ്പമില്ല, വന്നോളൂ, ഞാൻ അവിടെ ഉണ്ടാവും, എന്നെ വന്ന് കണ്ടാൽ മതി. അതെന്താ വെച്ചാൽ ഈ റെക്കമെൻഡേഷൻ വരുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഈ വ്യക്തിപരമായ ഒരു ക്വാളിറ്റി അനലൈസിങ്ങിനാണ്. നല്ല പക്ക, നല്ല ക്ലിയർ ആണോ, ഗുഡ് പേഴ്സൺ ആണോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഒരു നാനാഭാഗത്തുനിന്നും ക്യാപ്റ്റൻസിൻ്റെ ഒരു 3-4 ക്യാപ്റ്റൻസ് റെക്കമെൻഡേഷൻ, ഒരു 3-4 എഞ്ചിനീയേഴ്സ് റെക്കമെൻഡേഷൻ. അപ്പോൾ ബോർഡിന് എന്നെ ഒന്നിച്ചാൻ പറ്റില്ല, തള്ളാൻ പറ്റില്ല. അങ്ങനെ അവിടെയും നമ്മൾ അച്ചീവ്. ബോർഡ് എന്ന് പറഞ്ഞാൽ ആ ബോർഡിൽ നേരിട്ട് റെക്കമെൻഡേഷൻ പോകുന്നത് ചീഫ് എഞ്ചിനീയർ മാനേജർക്കാണ്. ഒരു നിവൃത്തിയില്ല. അങ്ങനെ ചീഫ് എഞ്ചിനീയർ മാനേജർ ഈ വിവരം ട്രെയിൻ മാനേജർ കൊടുത്തു, OPS ശർമ്മയ്ക്ക് കൊടുത്തു. OPS വർമ്മ എന്താണ് ഈ ട്രെയിനിൽ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് കൂടെ വന്നു, കണ്ടു അടുത്ത് വന്നു. പിന്നെ സമയം ശ്രദ്ധിക്കണം, ആകാരപടിപ്പൊക്കെ നമുക്ക് രണ്ടാമതുണ്ടാക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ടൈം ഈസ് ആക്യുറസിയാണ്, ടൈം ആക്യുറസി വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ബി കട്ടിങ്ങും ഹോളും മസ്റ്റ്, അത് ശ്രദ്ധിക്കണം. പിന്നെ പ്ലേറ്റ് വെളുപ്പിക്കൽ 4 പുറം നേരേക്കലൊക്കെ നമുക്ക് സമയമുണ്ട്, അത് പിന്നെ മതി, അത് പിന്നെ മതി. ഫ്രെയിം വർക്കാണ് പ്രധാനം, ഇത് വേഗം ചെയ്തോളൂ. എന്നിട്ട് പറഞ്ഞു ഇപ്പം ഡ്രിൽ മെഷീൻ ഒഴിവാണ്, ചെയ്തോളൂ, തിരക്കില്ല, ആദ്യം ഇപ്പോൾ ഡ്രിൽ ചെയ്തിട്ട് ജൽദി കരോ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, ഓ ഇത് വേറെ. അതെ അതെ അതെ, ഞാൻ പോയി വി കട്ടിങ് കഴിഞ്ഞില്ല, പക്ഷെ മാർക്കിംഗ് കഴിഞ്ഞു. എവിടെ ഡ്രിൽ ഹോൾ ഡ്രാഫ്റ്റ്സ് വർക്ക് കഴിഞ്ഞു. ഡ്രിൽ ഹോൾ വരേണ്ട സ്ഥലത്ത് ഞാൻ മാർക്ക് ചെയ്തു, ഞാൻ പോയി ഡ്രിൽ ചെയ്തു. പിന്നെ വന്നു കട്ട് ചെയ്തു, പിന്നെ 4 പുറം ഇതൊക്കെ ആക്കി റെഡിയാക്കി കൊടുത്തു. എൻ്റെ ആ സമയത്തുള്ള വർക്ക്മെൻഷിപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 90% ഓക്കെയാണ്. യെസ്, അതാണ് പ്രധാനം. 90% ഓക്കെ. കുറഞ്ഞ സമയത്തിനകം കൂടുതൽ മികവോടെ വർക്ക് ചെയ്യുന്നവരാണ് വിജയിക്കുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീ സുകുമാരൻ സാർ. പറയൂ സാർ. ഈ 90% കിട്ടി. അത് കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, റിസൾട്ട് വന്നു, സെലക്ഷനായി. സെലക്റ്റഡ്, യു ആർ സെലക്റ്റഡ്, ഓർഡർ പോസ്റ്റിംഗ് കയ്യിൽ തന്നു, ഭർത്തി ഹോ ഗയാ. നേരെ ഹൈദരാബാദിലേക്ക് പോസ്റ്റിംഗ്. 1 വർഷം അവിടെ ട്രെയിനിങ് 1 ഇയർ ട്രെയിനിങ്. എല്ലാ ട്രെയിനിങ്ങും പാസ്സായി. അവിടുന്ന് HS 748 ഓതറൈസ്ഡ് ടെക്നീഷ്യനായിട്ട് പോസ്റ്റിംഗ് ഓർഡർ എവിടേക്ക്? തിരിച്ച് ബാംഗ്ലൂർക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ട പോലെ. അവിടുന്ന് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പടിയായിട്ട് നമുക്ക് ഗ്രോത്ത് ഉണ്ടായി. ഒരു ദിവസം കൂടി കുറവില്ലാതെ എല്ലാ ടെസ്റ്റുകളിലും പാസ്സായി. നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത്, കോഴിക്കോട് റിട്ടയർ ചെയ്യുന്ന സമയത്ത് സീനിയർ ഫോർമാൻ, ഫുള്ളി സൂപ്പർവൈസറി കാറ്റഗറിയാണ്, ഒരു ജോലിയും ചെയ്യേണ്ട ഫുള്ളി സൂപ്പർവൈസറി കാറ്റഗറിയാണ്. അതും ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് കോഴിക്കോടിനെ കിട്ടി. തികഞ്ഞ ദൈവവിശ്വാസിയാണ് അല്ലേ? ജീവിതത്തിലുടനീളം ദൈവവിശ്വാസം മുറുകെ പിടിക്കുന്ന. അത് കഴിഞ്ഞു ഇവിടെ വന്നു. 96 ഇവിടെ നാട്ടുകാരൊക്കെ പടം തീരുമാനിച്ചു. എന്താ വെച്ചാൽ അഞ്ചമ്പലത്തിൽ പിന്നെ ആദ്യം ഒന്ന് ഞാൻ ചോദിക്കാതിരിക്കുക, അതോ അങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ നെല്ലായ അഞ്ചമ്പലം മഹാദേവ ക്ഷേത്രത്തിൻ്റെ എല്ലാ സമുദ്ധാരണ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ശ്രീ സുകുമാരൻ സാർ. അതിലെ വിശേഷങ്ങളാണ് നമുക്ക് പറയേണ്ടത്. എങ്ങനെ സാർ അതെങ്ങനെ വന്നു? 96 ഇവരെല്ലാവരും കൂടെ എന്നെ ക്ഷണിച്ചു, ഭക്തജനങ്ങൾ, നാട്ടുകാരൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, കാരണം എൻ്റെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവം കൂടി ഇതിന് യോജിക്കില്ല. ഞാൻ കട്ടർ ഇടപെട്ടൊന്നും മുരണ്ടാണ്. എനിക്ക് വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. അത് നിങ്ങൾക്ക് എന്നോട് കോപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്? അല്ല, സുമാരട്ടൻ വരും, രാധാകൃഷ്ണൻ മുൻകൈ എടുത്ത് സുമാരട്ടൻ വരണം, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ശരി വരാം. ഞാൻ കൊണ്ടോട്ടിയിൽ നിന്ന് നേരം വിളിച്ചാൽ മുന്നിട്ട് എൻ്റെ നിത്യകർമ്മമെല്ലാം കഴിഞ്ഞ് 7 മണിക്ക് ഇവിടെ എത്താമെന്ന് പറഞ്ഞ് വന്ന് ഞാൻ ഈ വീട്ടിൽ കയറാതിന് പുറത്ത് കൂടെ അവിടെ പോയി. ടൈം പങ്ക്ച്വാലിറ്റി. അവിടെ ഒരു മനുഷ്യമില്ല. രാധാകൃഷ്ണൻ നീട്ടില്ല. 7 o'clock അവിടെ എത്തി, ഒരു മനുഷ്യമില്ല. പിന്നെന്താ, ഞാൻ എത്തില്ലേ കൊണ്ടോട്ടി. അതാണ് സമയനിഷ്ഠ വളരെ പ്രധാനമാണ്. ആക്യുറസി, ടൈം മാനേജ്മെൻ്റ് ആണ് സുകുമാരൻ സാറിൻ്റെ. ഈ കാലഘട്ടത്തിൽ 1900 മെയ് 19 എനിക്ക് ഇന്ത്യൻ എയർലൈൻസിൽ ഒരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി ജോലിയിലിരിക്കുമ്പോൾ. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതെന്താ, എങ്ങനെ ഉണ്ടായി? അതായത് A300 എയർക്രാഫ്റ്റ് ഹൈഡ്രോളിക് കാരണം
ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ആ. അപ്പോൾ ഹൈഡ്രോളിക് ലീക്കൊക്കെ ഹൈഡ്രോളിക് ടാങ്ക് ടോപ്പപ്പ് ചെയ്തു, ലീക്ക് മാറി, ഞങ്ങൾ ടെസ്റ്റ് കഴിച്ചു, എല്ലാം കഴിഞ്ഞു. അന്നത്തെ എഞ്ചിനീയർ ഗ്രൗണ്ട് ക്ലിയറൻസ് വാങ്ങിക്കാതെ പോയിട്ട് ലാൻഡിംഗ് ഓപ്പറേറ്റ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇതല്ലേ അതെ, ലാൻഡിങ് ഞാൻ പോയിട്ട് അയാൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വാങ്ങിച്ചില്ല. പ്രൊസീജിയർ ലാബ്സ് ഉണ്ടായി അവിടുന്ന്. കാരണം ഞാൻ സ്റ്റെപ്പിന് മുകളിൽ നിൽക്കുമായിരുന്നു. സ്റ്റെപ്പൊക്കെ അടിച്ച് തെറിപ്പിച്ച് ഇവിടെ അടിച്ചു വന്നിട്ട് സാറിനോ? അങ്ങനെ ഞാൻ ഹാങ് ചെയ്തു. എല്ലാം ഒന്നുമില്ല. അങ്ങനെ പിന്നെ ലാൻഡിങ് തുറക്കുന്ന സമയത്ത് എന്നെ ഇങ്ങനെ പിടിച്ച് അത്ഭുതകരമായ രക്ഷപ്പെടലാണത്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അങ്ങയിൽ. അവിടുന്ന് ഇന്ന് ഈശ്വർ ദിനാണ്. ഞാൻ എന്നെ ജീപ്പിലിട്ടിട്ട് കൊണ്ടുപോകണവർ ഒരു 1.5 കിലോമീറ്റർ പോയപ്പോൾ എനിക്ക് ബോധം തിരിച്ചു കിട്ടി. എവിടെ വെച്ചിട്ടായിരുന്നു അത്? അഡ്രസ് ബാംഗ്ലൂർ തന്നെ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഒരാൾ മടി കിടക്കുക. അപ്പോൾ ഞാൻ കയ്യൊക്കെ അനക്കി നോക്കി, കാലനക്കി നോക്കി, എല്ലാം ചലിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പ്രശ്നമില്ല. പിന്നെ തന്നെ കിടത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ തല പൊന്തിച്ചു. അപ്പോൾ തല ഇങ്ങനെ കാട്ടി, കുഴപ്പമില്ല. തല പൊന്തിച്ചു. അപ്പം വായൽ മുഴുവൻ ചോരെ, വായൽ മുഴുവൻ ചോരെ. പക്ഷെ വേറെ എവിടേക്കും ഒരു കേടില്ല. എനിക്ക് നടക്കാനൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ എന്നെ എച്ച് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ഇവർ ജീപ്പിന് ഞാൻ പറഞ്ഞു ഞാൻ നടന്നോളാം. അപ്പോൾ എച്ച് കൊണ്ട് ഫസ്റ്റ് എയ്ഡ് തന്നു. അപ്പോഴേക്ക് എന്താ സ്റ്റേഷൻ മാനേജർ ഒരു നഴ്സിംഗ് ഹോം ബുക്ക് ചെയ്തു. ബാംഗ്ലൂർ നല്ല നഴ്സിംഗ് ഹോമാണ്, ഇവർ പക്ഷേ നഴ്സിംഗ് ഹോം ബുക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എത്തുമ്പോൾ ഡോക്ടേഴ്സ് എത്തി. ഇവർ കൊടുത്ത ഇൻഫർമേഷനും ഡോക്ടർ എന്നെ കണ്ട ഇൻഫർമേഷൻ എൻ്റെ ഡിഫറൻ്റ് ആണ്. പേഷ്യൻറ്റ് നടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഡോക്ടർ ഒരു സർദാർജാ, ഇതെന്താ നിങ്ങൾ പറയണ സീരിയസ് ആണ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഇവിടെ ഒരു സീരിയസും കാണുന്നില്ല. നടന്നു വരണല്ലോ. വന്നു ചെന്ന് കിടന്നു. എവിടെ ചോദിച്ചു, എനിക്ക് സംശയം വായലാണെന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ പൊട്ടി, ഇത് ക്രാക്കായി, ഈ താടിയല്ലേ ക്രാക്കായി. അതാണ് മെയിനായിട്ട് സംഭവിച്ചത്. പിന്നെ എത്ര റെസ്റ്റ് എടുത്തു? 2 മാസം. 2 മാസം റെസ്റ്റ്. ഫുള്ളി ലിക്വിഡ് ഫുഡ്. ഇതൊക്കെ ലോക്ക് ചെയ്തു, വായ ലോക്ക് ചെയ്തു. ഇവിടെ പ്ലേറ്റ് വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് വായ ലോക്ക് ചെയ്ത് വെറും ലിക്വിഡ് ഫുഡ് 2 മാസം. അത് കഴിഞ്ഞു. പിന്നെ പ്ലേറ്റ് എടുത്തു, വായ കൂട്ടി കഴിച്ചു. ഒരാഴ്ച വായ തുറക്കാനും മെല്ലെ 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 തുറന്ന് ആക്ഷനായി, കുഴപ്പമുണ്ടായില്ല. പിന്നെ പ്രശ്നമുണ്ടായില്ല, ക്ലീനായി. പിന്നെ പ്രമോഷൻ. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ വീട് കെട്ടി അവിടെ ബാംഗ്ലൂർ. ഗ്രഹപ്രവേശം കഴിഞ്ഞു. വൈഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മാനേജർ വെച്ചു വൈഫാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഭാര്യ നാട്ടിൽ താൻ വീട് കെട്ടിയേ. അപ്പം ഞാൻ പറഞ്ഞു, സാർ വീട് കെട്ടിയത് കമ്പനി നമുക്ക് 1.5 ലക്ഷം രൂപ തരില്ലേ ഹൗസിംഗ് ലോണ്, അതാണ് യൂട്ടിലൈസ് ചെയ്തു. അതെയോ, നന്നായി, നല്ല വീടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് അയാൾ പോയി. അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ മുമ്പ് കൂടെ തന്നെ എൻ്റെ റൂമിലേക്ക് പോയത്. അപ്പോൾ അയാളൊന്നും മിണ്ടിയില്ല. ഞാൻ എൻ്റെ ടൂൾസൊക്കെ എടുത്ത് ഞാൻ ഗ്രൗണ്ടിലെത്തി. അപ്പോൾ ഒരു പയ്യൻ പിന്നെ സാറ് വിളിക്കണ്ടായിരുന്നു. ഇരിക്കേ, മലയാളിയാ, ബ്രാഹ്മണനാ, പാലക്കാട്ടുകാരൻ. പക്ഷെ ആരുടെ മുമ്പിൽ മലയാളം പറയില്ല. നമ്മൾ മാത്രം ഉള്ളപ്പോൾ മാത്രമേ മലയാളം പറയില്ല. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ മറ്റുള്ള ഭാഷക്കാർ നമ്മളെ സംശയിക്കും, നമ്മളെന്താ ഒരു കുറ്റം പറയുന്നുള്ളൂ. അത് വേണ്ട, നമ്മൾ തമ്മിൽ മലയാളം പറയാം. അവരുണ്ടെങ്കിൽ നമുക്ക് തമിഴ്, ഹിന്ദിയോ എന്താ പറയാം. നിനക്ക് കോഴിക്കോട് പോകണോ? എനിക്കൊരു മുന്നറിയിപ്പില്ല, ഒരിതുമില്ല. പെട്ടെന്ന് പോണം. അപ്പോൾ എന്നൊരു കാര്യം ചെയ്യും, അവിടെ പോയിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് പറ. ഞാൻ പോയി ഓഫീസിനോട് പറഞ്ഞു, ലെറ്റർ ഡ്രാഫ്റ്റ്, ട്രാൻസ്ഫർ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യും. അവിടുന്ന് വേഗം അയാൾ ഇതൊക്കെ എഴുതി സംഗതി ഫോർവേഡ്, ഹൈദരാബാദ് ഫോർവേഡ്. പിറ്റേന്ന് അയാൾ എൻ്റെ മുമ്പ് തന്നെ ഹൈദരാബാദ് ചീഫ് എഞ്ചിനീയർ വിളിച്ചു. അവർ രണ്ടുപേരും ക്ലാസ്മേറ്റ് സുഹൃത്തുക്കളാണ്, ഒരേ ബാച്ച് മീറ്റാണ് എല്ലാം. സിന്ന, ഞാൻ ലെറ്റർ അയച്ചത് കിട്ടിയോ? സുമാൻ്റെ ട്രാൻസ്ഫർ ലെറ്റർ അല്ലേ? അതെ, അത് വേഗം തീരുമാനമാവണം, ലേറ്റ് ആവാൻ പാടില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞു. ഒന്നുകൂടി വിളിച്ചു. അത് കഴിഞ്ഞു. ഒരു ദിവസം സിന്ന മംഗള അഡ്മിഷന് വേണ്ടി മംഗലാപുരം പോകണം. ടാർമക്കിൽ നിന്ന് കണ്ടു. എന്തായി സിന്ന? നാരായൺ, എനിക്ക് പ്രൊമോഷനാണ് DA ആയിട്ട്, ഡയറക്ടർ ഓഫ് എഞ്ചിനീയറായിട്ട് ഡൽഹിക്ക് പോകണം. ഓർഡർ വന്നിട്ടില്ല, ഓർഡർ വരെ അടുത്ത ദിവസം വരും. ഞാൻ ഡൽഹിക്ക് പോകുന്നതിൻ്റെ മുമ്പേ ഷാർജ ഫ്ലൈറ്റ് റെഗുലറൈസ് ആവുകയാണെന്ന് വെച്ചാൽ സുകുമാരനെ ഉടനെ കോഴിക്കോടേക്ക് വിടും. അല്ല, ഞാനാണ് ആദ്യം പോണെച്ചാൽ ഞാൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ട് സുകുമാരൻ കോഴിക്കോട് വരും. ആദ്യം ഏതാ അങ്ങനെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഷാർജ ഫ്ലൈറ്റ് റെഗുലറൈസ് ആവുക ചെയ്ത് ഇവിടെ കോഴിക്കോട്.
ശരി. കോഴിക്കോട് ഷാർജ റെഗുലേഷൻ ഇന്ന ദിവസം മുതൽ ഷാർജ റെഗുലറാണെന്ന് പറഞ്ഞു. ഓർഡർ ബൈ ടെലിഫോണിൽ വന്നു. പോയിക്കോട്ടെ പറഞ്ഞു. അവിടെ 40,000 സാർ വെച്ചു. ഞാൻ സാധാരണത്തെ മാതിരി റിലീസ് ചെയ്യണോ അതോ പെട്ടെന്ന് റിലീസ് ചെയ്യണോ? സാധാരണ നമ്മൾ സാറ്റർഡേ റിലീസ് ചെയ്യുക. ഇതിന് എന്താ വേണ്ടത് ചോദിച്ചു. ബുധനാഴ്ച ആയിട്ടുള്ളൂ. അല്ല സാറ്റർഡേ പൊക്കോട്ടെ, അപ്പോൾ ഞാൻ ഓർഡർ അയക്കാം. സാറ്റർഡേ വന്നു, ഓർഡർ അയച്ചു. പ്രശ്നമുണ്ടായില്ല. ഇവിടെ വന്നു 18 വർഷം നമുക്ക് സുന്ദരമായിട്ട് ഇന്ത്യൻ എയർലൈൻസ് കോഴിക്കോട് രാജാവായിട്ട് ജോലി ചെയ്തു. രാജാവായിട്ട് മറക്കാൻ പറ്റാത്ത ആരെല്ലാം എൻ്റെ മേലെ വന്നാലും ശരി, അവിടെ ചീഫ് ഞാനാണ്. തീർച്ചയായും കോഴിക്കോട് ചീഫ് ഞാനാണ്. അത് എന്നോട് ചോദിക്കാതെ ഏത് എഞ്ചിന് വന്നാലും ശരി, ആര് വന്നാലും ശരി, അതാ ഒരു ബന്ധമാണ്. ഇപ്പോൾ ഇവിടെ ബന്ധം. എൻ്റെ മേലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മാനേജറുണ്ട്, ഡെപ്യൂട്ടി എഞ്ചിനീയർ മാനേജറുണ്ട് അല്ലേ. ഇവിടെ ആരെന്തെന്ന് വെച്ചാലും ശരി സുമായിട്ട് ചോദിച്ചോളൂ. യെസ്. അപ്പോൾ നമ്മളെ പുതിയ ഉദ്യോഗാർത്ഥികൾ, കാൻഡിഡേറ്റ്ഷിപ്പൊക്കെ ആഗ്രഹിക്കുന്ന തൊഴിലന്വേഷകരൊക്കെ ഉണ്ടല്ലോ, ജോബ് സീക്കേഴ്സ്, അവർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ഓഫീസർമാരെ വളരെ നല്ല രീതിയിൽ പങ്ക്ച്വാലിറ്റിയും ഒബേയും കീപ്പ് ചെയ്യുന്ന ആളുകൾ, ഡിസിപ്ലിൻ കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അച്ചീവ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ സുകുമാരൻ സാർ. വർക്കിലും സ്ട്രിക്റ്റ് ടൈം ജോലി ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ നമുക്ക് പരാജയമില്ല. തീർച്ചയായും. ടൈം ഈസ് മണി, ടൈം ഈസ് പ്രഷ്യസ്. സമയം അമൂല്യമാണ്, സമയമാണ് മണി. പിന്നെ പൈസ. ഒരു ഓഫീസർ ഇന്നത് ചെയ്യണമെന്ന് പറയാതെ ഓഫീസർ മനസ്സാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. തീർച്ചയായും ചെയ്യണം. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഓഫീസറിനെയാണ് സത്യത്തിൽ. അതെ, ജോലിക്കാരൻ അല്ലേ. അയാൾ പറയാൻ നിൽക്കരുത്. ഇവിടെ ഒരു പണി കണ്ടാൽ അത് അയാൾ പറയട്ടെ. കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യണം. കുട്ടികൾക്ക് ഒരു സന്ദേശം അത് കണ്ടറിഞ്ഞ് ചെയ്യണം. കണ്ടറിഞ്ഞ് ചെയ്യുന്നത് കമ്മിയാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് 10 ദിവസം മുമ്പേ ഒരു എയർക്രാഫ്റ്റിൽ വന്ന് നിന്നപ്പോൾ ഒരു വീലിന് ഡാമേജ് ഉണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു വീൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തു. എന്നാലും ശരി, എഞ്ചിനോട് പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എഞ്ചിനോട് വരാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എഞ്ചിനീയർ, എൻ്റെ സ്ഥാനത്ത് നീ ആണെങ്കിൽ എന്ത് ചെയ്യും ചോദിച്ചു. ഇപ്പം ഞാനല്ല എഞ്ചിനീയർ, ഞാനല്ല തീരുമാനം എടുക്കണ്ടേ. ഇപ്പോൾ എഞ്ചിനീയർ പറയുകയാണ് എൻ്റെ അടുത്ത്, ഇപ്പം ഞാൻ നീ ഞാനുമാണ്, അങ്ങനെ ആകുമ്പോൾ നീ എന്ത് തീരുമാനിക്കുന്നു? ഇന്ന് ഞാനാണ് എഞ്ചിനീയർ വെച്ചാൽ ഈ വീല് ഞാൻ നാളെ ചേഞ്ച് ചെയ്യുള്ളൂ, ഇന്ന് ചേഞ്ച് ചെയ്യില്ല. അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എഞ്ചിനീയർ ആണെങ്കിൽ നാളെ ഈ വീല് ചേഞ്ച് ചെയ്യും, ഇന്ന് ചേഞ്ച് ചെയ്യില്ല. ഈ വീലിനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കും. ഒന്ന് ക്യാപ്റ്റൻ കാണാത്ത രീതി റൊട്ടേറ്റ് ചെയ്യും, കംപ്ലൈൻറ്റ് വരാത്ത രീതി. എന്നിട്ട് നാളെ ഈ എയർക്രാഫ്റ്റിന് വീക്കിലി ഇൻസ്പെക്ഷനാണ്. ഫർദർ പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും തീർന്നത് ഇല്ല, അന്ന് ഞാൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ പറഞ്ഞു ചേഞ്ച് ചെയ്യണ്ട, മരിക്കും, വൃത്തികളെ നാളെ ചേഞ്ച് ചെയ്തു. ഇതേ എഞ്ചിനീയർ ഞാൻ റിട്ടയർ ചെയ്തിട്ടില്ല, 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ താഴെ ഉണ്ടായിരുന്ന രാജീവ് ഒരു വീലിങ്ങനെ വന്നിട്ട് അവൻ ചേഞ്ച് ചെയ്തില്ല, അവൻ മാറ്റി വെച്ചു, താഴ്ത്തി വെച്ചു. എഞ്ചിനീയർ വന്നു, രാജീവ് എന്താ വീല് ചേഞ്ച് ചെയ്യാൻ തരുന്നു, ചേഞ്ച് ചെയ്യൂ. അതായത് നമുക്കറിയാമെങ്കിൽ കൂടെ നമ്മുടെ ബോസിനോട് അഭിപ്രായം പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. തീർച്ചയായും ഡിസിഷൻ മേക്കിംഗ് വളരെ പ്രധാനമാണ്. നമ്മൾ കൺവീൻസ് ചെയ്യിക്കണം, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം, നമ്മൾ അവരെ അറിയിക്കണം, ഇൻഫോം ചെയ്യണം. നമ്മൾ എടുക്കുന്ന തീരുമാനം എന്ത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതാ. ധാരാളം ആളുകളുടെ ജീവനാണ്. നമ്മൾ എത്ര വലിയ ഭയങ്കരമായൊരു നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. പലതിലും പല പ്രശ്നങ്ങളും വരുന്നത് അങ്ങനെയൊക്കെ. ക്യാപ്റ്റൻ ഫ്ലൈറ്റ് എടുക്കാൻ വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുക, ഹൗ ഈസ് എയർക്രാഫ്റ്റ്, എങ്ങനെയുണ്ട് എയർക്രാഫ്റ്റ്, എങ്ങനെയുണ്ട് ഹൗ ഈസ് എയർക്രാഫ്റ്റ് അല്ലേ, ചോദിക്കില്ലേ? പിന്നെ ഫീൽഡിൽ സാറാണ്. അതെ, അതിനാണ് ഞാൻ പറഞ്ഞത് ഞാനവിടെ ഉണ്ടാവണം. എത്ര വലിയ എയർക്രാഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിനെ പറ്റിയിട്ട് A to Z പറഞ്ഞു കൊടുക്കണം. ഇന്ന സ്ഥലത്ത് ഇന്ന പ്രോബ്ലം ഉണ്ട്, നിങ്ങളെ ബാധിക്കില്ല, അത് നോക്കണ്ട, കാണണ്ട, ശ്രദ്ധിക്കണ്ട, വിട്ടേക്കും. പക്ഷേ മറ്റെല്ലാ ഭാഗം ക്ലിയർ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം നമ്മളെ സാക്ഷ്യപ്പെടുത്തണം, അവരെ ബ്രീഫ് ചെയ്യണം. ആ ബ്രീഫിംഗ് ആണ്. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് എടുക്കുന്നതിന് മുന്നേ ഈ ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ മീൻസ് ഗ്രൗണ്ട് സ്റ്റാഫിനോട് ചോദിക്കും. നമ്മൾ ഗ്രൗണ്ട് സ്റ്റാഫിന് ചോദിക്കില്ല, നമ്മളൊരു എക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് അവർ എഴുതി വാങ്ങിക്കണം. എക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ ഇതുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് തരണം. എന്നാലേ അക്സെപ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് വളരെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എയർകാർഡ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ് നമുക്ക് ബോധ്യം വേണം. നമ്മൾ അവരെ നമുക്ക് നുണ പറഞ്ഞ് ബ്രീഫ് ചെയ്യാം. ചെയ്യാൻ പാടില്ല. കാരണം ആകാശത്തിലൂടെ പോകുന്ന സാധനം. ഞാൻ അങ്ങനെ എത്രയോ എയർകാർഡ് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. തീർച്ചയായും തിരിച്ചു വിളിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. വലിയ മഹാ
പ്രവർത്തനം ജീവൻ എത്ര രക്ഷിച്ചു അങ്ങ് 300 എയർക്രാഫ്റ്റ് ഞാൻ പുഷ് ഓഫ് എയർക്രാഫ്റ്റ് റൺവേയിലെത്തുന്നതിന് മുമ്പേ ക്യാപ്റ്റനോട് പറഞ്ഞു നമ്പർ 3 വീൽ ബൈൻഡിങ് ഉണ്ട്. യെസ്, എന്താ വേണ്ടത് ചോദിച്ചു. ക്യാപ്റ്റൻ നമ്പർ 3 വീൽ ബൈൻഡിങ് ഉണ്ട് സാർ, യാതൊരു പേടിയും പഠിക്കണ്ട സാർ, ബോംബെക്ക് ടേക്ക് ഓഫ് ചെയ്തോളൂ. ബോംബെയിൽ എത്തിയിട്ട് മെല്ലെ ടാക്സി ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. ലെഫ്റ്റ് ടേണിങ് വീൽ ബെസ്റ്റ് ആവും, ഒന്നും സംഭവിക്കില്ല. ലെഫ്റ്റ് ടേണിങ് വീൽ ബെസ്റ്റ് ആവും, ഉറപ്പാണ്. ക്യാപ്റ്റൻ ബോംബെ അജയ് ശർമ്മ കൊണ്ട് ബോംബെയിൽ ഇറക്കി, അയാൾ മെല്ലെ ടാക്സി ചെയ്തു, അയാൾ മെല്ലെ കൊണ്ടുപോയി ലെഫ്റ്റ് ടേണിങ് എന്തായപ്പോൾ വീൽ ബെസ്റ്റ് ആയി. എന്തല്ല വലിയ അതേപോലെ ഞാൻ ഒരു എയർക്രാഫ്റ്റ് ടാക്സി ഔട്ട് ചെയ്ത് വീൽ ബൈൻഡിങ് ഉണ്ടായിട്ട് തിരിച്ച് വിളിക്കുകയാണ്. യെസ്, ഈ വായുസഞ്ചാരത്തിലൂടെ പ്രത്യേകിച്ച് എയറോപ്ലെയിൻ യാത്രയിലെ അതിസങ്കീർണമായ കാര്യങ്ങളെക്കുറിച്ചാണ് കുറച്ചു നേരം നമ്മളോട് സുകുമാരൻ സാർ സംബന്ധിച്ചത്. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് മാറ്റേഴ്സാണ്. കൂടുതൽ നമ്മളിതിൻ്റെ അകത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുറേയും കൂടി പ്രശ്നങ്ങളുണ്ടാകുന്ന സംഗതികളാണ്. ഒരുപാട് ദുരനുഭവങ്ങൾ, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു മഹാമനുഷ്യനാണ് ശ്രീ സുകുമാരൻ സാർ. സാർ, അപ്പോൾ നമ്മൾ അങ്ങിപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ വന്നു, അങ്ങ് പാടത്ത് കന്നുകൂട്ടി വന്ന ഒരു മനുഷ്യൻ, പാടത്ത് വരമ്പ് വെച്ച് വന്ന മനുഷ്യൻ, കൊയ്യാനും മെതിക്കാനും നടാനും പറിക്കാനും എല്ലാ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പാടത്ത് നടന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറേ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രം ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ സമുദ്ധാരണ പ്രവർത്തനങ്ങളിൽ, ഇപ്പോൾ നെല്ലായ അഞ്ചമ്പലം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സാറേ? ഇതിൻ്റെ തുടക്കം 90കളിലാണ്. അഞ്ചമ്പലം വാര്യത്തുള്ള ആൾക്കാരുടെ കൈവശലായിരുന്നു ക്ഷേത്രം. അവരിവിടുന്ന് നാട് വിട്ട് പോവാണ് എല്ലാം വിറ്റിട്ട്. അപ്പോൾ ഇത് നാട്ടുകാർക്ക് ഒഴിഞ്ഞു കൊടുക്കുകയല്ല ചെയ്ത്, അതിനുവേണ്ടി വിൽക്കുക ചെയ്ത്. ക്ഷേത്രം കൈമാറ്റം ചെയ്തു. ക്ഷേത്രം അടക്കം കൈമാറ്റം ചെയ്തു മുസ്ലിങ്ങൾക്ക്. അപ്പോൾ അവർ തടഞ്ഞു, നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാർ തടഞ്ഞു, അവർ മലം വെച്ചു, തിരിച്ചു കൊടുത്തു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ അങ്ങനെ കുറകാലം പല ആൾക്കാരും സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആയിട്ട് നടത്തി. പക്ഷേ ആർക്കും എവിടെയും ഒന്നും എത്താൻ പറ്റിയില്ല. പിന്നെ ദുരനുഭവങ്ങൾ ഉണ്ടായി. ഈ അമ്പലം എടുത്ത സമയത്ത് ചില വിശ്വാസസംബന്ധമായിട്ടും അതിൽ ഒന്ന് തടപ്പുള്ളി ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കളയ്ക്കൊക്കെ ചെയ്ത സമയത്ത് ചില ദുരാനുഭവങ്ങളൊക്കെ ഉണ്ടായി. ടോടി അതൊക്കെ ഉണ്ടായി, അതൊക്കെ ഉണ്ടായി. അപ്പോൾ അതിപ്പോൾ മരിച്ചുപോയി അടുത്തുള്ള ആളിനെയായിരുന്നു. ഇപ്പോൾ എഴുതിയപ്പോൾ എന്നോട് അത് ഏറ്റെടുക്കേണ്ടി വന്നു. എന്നിട്ട് ഇവർ ഇവിടെ അടുത്തൊരാളുണ്ടായിരുന്നു, അയാളിപ്പം കോതർച്ച് താമസിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു രാധാകൃഷ്ണനോട്, രാധാകൃഷ്ണ, ഈ അമ്പലം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾക്ക് പറ്റൂ, അത് സുകുമാരനാണ്. സുകുമാരനെ ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾക്ക് ഈ അമ്പലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഇവരോട് പറഞ്ഞു. അങ്ങനെ രാധാകൃഷ്ണൻ വിളിച്ചു, സംസാരിച്ചു. അപ്പം അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നെ നിങ്ങൾക്കും എനിക്കും യോജിച്ചു പോകാൻ പറ്റില്ല. പിന്നെ അവർ സമ്മതിച്ചു. പിന്നെ മീറ്റിംഗ് കൂടി, ഇവരെല്ലാവരുടെയും എന്നെ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. ഞാൻ അന്ന് മുതൽക്ക് പ്രവർത്തനം തുടങ്ങി. സാമ്പത്തികമായിട്ടൊന്നും കയ്യിലില്ല, ഒന്നുമില്ല. പക്ഷെ എങ്കിലും ഒരു പ്രശ്നം വെക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. തീർച്ചയായും കൂറ്റനാട് ഞാൻ തന്നെ നേരിട്ട് കൂറ്റനാട് രാവണ പണി, ഞാൻ കുട്ടേട്ടനുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട് ഇതിന് മുമ്പേ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ചെന്നാൽ എത്ര ആളുണ്ടായാലും ശരി ഒരു പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ ഞാൻ കുട്ടേട്ടനെ വിളിച്ച് പറഞ്ഞു, കുട്ടേട്ടൻ ഞാൻ വരുന്നുണ്ട് ഇന്ന കാര്യത്തിനാണ് പറഞ്ഞു. അവിടെ ചെന്നു. ഇപ്പോൾ ഒരു 10-24 ആൾ മുമ്പിലിരിക്കുന്നുണ്ട്. അപ്പം മുറ്റത്തി വന്നു. കുട്ടേട്ടനെ വിളിച്ചു, കുട്ടേട്ടൻ ഞാൻ മുറ്റത്തി എത്തിയിട്ടുണ്ടായിരുന്നു. ശരി, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടേട്ടൻ്റെ മുമ്പിലുള്ള ആളെ പുറത്തെ ആളുകൾ കുട്ടേട്ടൻ പുറത്തേക്ക് വന്നു. ഒപ്പം നീ വാ സുമര വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഒരുപാട് ആൾക്കാർ ഞാൻ ചെന്നു. 2 മിനിറ്റ് പൃച്ഛ കൊടുക്കുക പറഞ്ഞാൽ ദക്ഷിണ കൊടുക്കുക, അത് കൊടുക്കുക. അപ്പം അന്ന് തൃശ്ശൂർ പൂരമാണ്, ഉച്ച നേരമാണ്. പൂരം നാൾ കൊണ്ട് നന്നല്ല, പക്ഷെ നേരം കൊണ്ട് ശോഭനായി. പിന്നെ ഞാൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം എഴുതി കണക്കാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഇവിടെ വന്നിട്ട് പ്രശംസന സമയത്ത് പറഞ്ഞു, പിന്നെ നാള് കൊണ്ട് മോശം, സമയം കൊണ്ട് ഉത്തമം, പറഞ്ഞ വാക്കുകൾ അതിൽ ഉത്തമം, കണക്കാക്കി കേൾക്കുമ്പോൾ ശുഭാണ്, കാര്യം ബംഗളായി നടത്താം. അങ്ങനെ അത് സംഭവിച്ചു. അവിടെ അപ്പോൾ ദക്ഷിണ കൊടുക്കാൻ കാശില്ല. ആർക്ക് കുട്ടേട്ടനും അപ്പോഴേക്കും കാശ് കൊടുക്കില്ല. ഞങ്ങൾ അത് കാശിനെ വേണം. അവിടുന്ന് പ്രശ്നം നടത്തി. രണ്ടാമത്തെ ദിവസം പ്രശ്നം നടത്തി. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 വർഷമുണ്ട്. 12 നമ്മൾ കുട്ടേട്ടൻ പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം, എല്ലാറ്റിനും മറുപടി പറയും. രാശി മടക്കി ചാർത്ത് എഴുതിയാൽ പിന്നെ ഒന്നും ചോദിക്കാൻ പാടില്ല, ഒന്നും പറയൂല.
അപ്പോൾ ചോദിക്കേണ്ടതൊക്കെ ചോദിച്ച് അപ്പോൾ എല്ലാം ബോധ്യപ്പെടുത്തി. ഒരാൾ ചോദിച്ചു, ഇവിടെ തലയില്ലാത്ത ദേവന്മാരും പൊട്ടിപ്പൊളിപീഠങ്ങളും അല്ല അതല്ലേ ഇപ്പോൾ നമ്മുടെ ദേവസങ്കല്പങ്ങളെ കുറിച്ചൊക്കെ ചോദ്യം വന്നു. അങ്ങനെ അതെല്ലാം ഒരു കേന്ദ്രീകരണത്തിലെത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിഗ്രഹത്തിലേക്ക് നോക്കണ്ട, ഇത് ദേവഭൂമിയാണ്. ഈ ഭൂമിയിൽ നിന്ന് ദേവചൈതന്യത്തിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, അത് അതിൽ അലിഞ്ഞു ചേർന്ന് കഴിയും. ആ ഭൂമിയിൽ അലിഞ്ഞു ചേർന്നത് ദേവചൈതന്യം. ഇനി അവിടെ ഇറക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണുന്നത് ലിംഗങ്ങളാണ്. അത് നിങ്ങളുടെ കണ്ണിന് കാണാൻ അവിടെ ആരാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന ആളാണെന്ന് പറയാനാണ് അത് വെച്ചിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പം വേണം. ആ സങ്കല്പത്തിൽ ആരാണ് ശിവൻ, അതാരാണ് വിഷ്ണു, ഇതാരാണ് ദക്ഷിണാമൂർത്തി എന്ന് നിങ്ങൾക്ക് തോന്നണം. ആ തോന്നലിലേക്കാണ് വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നത്. വിഗ്രഹങ്ങൾ വേണ്ട ആവശ്യമില്ല. ദേവഭൂമിയിൽ വിഗ്രഹത്തിന് സ്ഥാനമില്ല. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ചെന്ന് നിന്ന് തൊഴുകുന്നവന് ഞാൻ ദക്ഷിണാമൂർത്തിയാണ് തൊഴുകുന്നത് എന്ന് തോന്നാനാണ് അവിടെ വിഗ്രഹം. ഒരു സംപൂജ്യത്തിനാണ്. അപ്പൊ അത് മറന്നേക്കും. പക്ഷെ ഒരു കാര്യം, ആ ഭൂമി ആ ചാർത്ത് ഞാൻ വാങ്ങി 5 മിനിറ്റ് അവിടെ മാത്രം മഴ. എവിടെ? നമ്മുടെ അഞ്ചമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മാത്രം. 250 മീറ്റർ അപ്പുറത്തും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. അപ്പോൾ തന്നെ ശുഭലക്ഷണം തോന്നി. അയാൾ പറഞ്ഞു ഇത് യാഗഭൂമിയാണ്, ഇവിടെ നടന്ന യാഗമാണ്. യാഗത്തിനെ മഴ കൊണ്ട് സമ്പൂർണ്ണമാക്കി സഫലീകരിക്കപ്പെട്ടു എന്നർത്ഥം. എന്നോട് പറഞ്ഞു, സുകുമാര, ഈ അമ്പലം നടത്താൻ യോഗ്യൻ നീയാണ്. സർവാത്മനാ യോഗ്യൻ സുകുമാരൻ സാർ. വേറെ ആർക്കും വിധിച്ചിട്ടില്ല, നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. നീ നടത്തിയാലേ നടക്കൂ. ഇത് നീ എന്നത് ഒഴിഞ്ഞാൽ ഇനി ഈ ജന്മം ഈ അമ്പലം പൊന്തില്ല. നിനക്കും ഈസി അല്ല, കുറച്ച് കഷ്ടപ്പെടണം, പക്ഷേ നിനക്കത് സാധിക്കും. കുട്ടിയുടെ വാക്കിനെ വിശ്വസിച്ചോ, ഒരു പ്രശ്നം നിനക്കുണ്ടാവില്ല. എല്ലാവർക്കും പേടിയുണ്ടാവും, ഉറങ്ങിക്കിടക്കുന്ന ദേവനാണ് വിളിച്ചോണ്ട് കഴിഞ്ഞാൽ എന്താവും സംഭവം, ഭക്ഷണം കൊടുത്തില്ല അതൊക്കെ ഉണ്ടാവും. അത് കുട്ടനെ നീ വിശ്വസിച്ചോ, നിനക്കൊന്നും സംഭവിക്കില്ല. കുട്ടനാ പറഞ്ഞത്, നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. നിനക്ക് സമ്പത്തിനും മറ്റും നീ കുറച്ച് കഷ്ടപ്പെടണം, നടന്ന് ആൾക്കാരെ കണ്ട് എല്ലാമായിട്ട് കഷ്ടപ്പെടണം, എല്ലാം നിനക്ക് പൂർണ്ണമാകുമെന്ന് പറഞ്ഞു. പറഞ്ഞ മാതിരി എല്ലാം വളരെ പൂർണ്ണമായി. ഞങ്ങൾ പ്രതിഷ്ഠ കഴിച്ചു, എല്ലാം കഴിഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോൾ ഒരു വലിയ ക്ഷേത്ര സമുച്ചയം ഉണ്ട് ഈ നെല്ലായ കൃഷ്ണപ്പടിയിൽ നിന്ന് നമ്മുടെ വിട്ടിയങ്കുന്ന് റോഡിന് വന്നു കഴിഞ്ഞാലാണ് ഈ അഞ്ചമ്പലത്തിലേക്ക് എത്തുക. ധാരാളം ഭക്തജനങ്ങൾ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വരുന്നുവെന്ന് പറയാറുണ്ട്. എന്താ അതിൻ്റെ ഇവിടെ പറയുന്ന ആഗ്രഹങ്ങൾ, പ്രാർത്ഥിച്ചെല്ലാം നടക്കുന്നു. അവർ നേരിൽ പറഞ്ഞ് ആഗ്രഹിച്ചു പോയ കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ ഉണ്ട്. അതാണ് അതൊക്കെ പറയുന്നത്. ആളുകൾ പറയുന്നു, പല ദിക്കുന്നും വരുന്നു, പല സ്ഥലത്തുനിന്നും. ഇപ്പം ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ കല്ലിപ്പറമ്പിലെ ഒരു തറവാട്ടുകാരുണ്ട്, അവർ മുട്ടറക്കണം മതി. അപ്പോൾ അവിടെ ആടുവെട്ടും കോഴിവെട്ടും സ്ഥലമാണ്. അപ്പോൾ അവിടെ കൽപ്പിച്ചിരിക്കണു അഞ്ചമ്പലത്തിൽ പോയി മുട്ടറത്ത് വരണം, എന്നാലേ ശുഭാവുള്ളൂ. അപ്പോൾ അവർ ഒന്ന് മുട്ടറത്ത് പോയി. അപ്പോൾ കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം എല്ലാ സ്ഥലവും ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു എന്നർത്ഥം. ആളുകൾ എല്ലാവർക്കും ശാന്തി ലഭിക്കുന്നുണ്ട്, പ്രശ്നപരിഹാരം വരുന്നുണ്ട്. പക്ഷെ ആരും പുറത്ത് പറയുന്നില്ല. അല്ല, ആളുകൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ അടുത്ത്. അല്ലാതെ മറ്റ് ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക്, ജോലി ഇല്ലാത്തവർക്ക് ജോലി, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. കല്യാണം നടക്കാത്തവർക്ക് കല്യാണം കിട്ടുന്നുണ്ട്. അങ്ങനെ അത്ഭുത സിദ്ധി പ്രവർത്തിക്കുന്നു, കുട്ടികളുണ്ടാവുന്നു എന്നൊക്കെ പറയുന്നു. നെല്ലായ അഞ്ചമ്പലം മഹാദേവ ക്ഷേത്രം അനുഭവത്തിൽ തന്നെയാണ്. അതെ, കൃഷ്ണപ്പടി പശുക്കുട്ടിയെ നടയിരുത്തി കിട്ടിയതിന് ശേഷം അങ്ങ് തന്നെ ഒരു മഹാത്ഭുതം. അങ്ങ് അവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ വലിയ ഉണർവ് ഉണ്ടായിരിക്കും, തേജസ് ഉണ്ടായിരിക്കും. ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ എത്ര സ്ക്വയർ ഫീറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഇപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രം നിൽക്കുന്ന 45 സെൻറ്റ്, അതിൻ്റെ കുളം 50 സെൻറ്റ് ഉണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ വടക്ക് ഭാഗത്ത് ഒരു 25 സെൻറ്റ് വാങ്ങിച്ചു, മുൻപ് 45 സെൻറ്റ് വാങ്ങിച്ചു. അങ്ങയുടെ വളരെ ത്യാഗപൂർണമായ പ്രവർത്തനമാണ് ഇപ്പോൾ അമ്പലകാര്യങ്ങളിലായി ജീവകാരുണ്യ പ്രവർത്തനവും നടത്തുന്നത്. ക്ഷേത്രം പല ജീവകാരുണ്യ രോഗികൾക്ക് സഹായം, വയ്യാത്ത ആളുകൾക്ക്, അതായത് നമ്മുടെ പേര് നമ്മൾ ഒരു കിഡ്നി പേഷ്യൻ്റ് ആൾക്ക് ഒരു കൊല്ലത്തിൽ 12,000 രൂപ കൊടുക്കുന്നുണ്ട് ക്ഷേത്രം. ഈ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനം, പിന്നെ ഒരു ഡിസേബിലിറ്റി ആയിട്ടുള്ള കുട്ടിക്ക് ഒരു 6,000 രൂപ കൊടുക്കുന്നുണ്ട്. അടുത്ത് ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ അടുത്ത് 2-3 സ്കൂളുണ്ട്. ആ സ്കൂളിലെ ഏതെങ്കിലും കുട്ടികൾക്ക് നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ചാരിറ്റി ആയിട്ട് കൊണ്ടുപോയി ട്രസ്റ്റാക്കി രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മനുഷ്യനാണത്. അങ്ങയുടെ കുടുംബം, എൻ്റെ ഭാര്യ
ആനമങ്ങാട് മണലായ സ്വദേശിനി ടീച്ചറായിരുന്നു. ആനമങ്ങാട് സ്വദേശിയാണ്. അധ്യാപികയായിരുന്നു. റിട്ടയർ ചെയ്തു. എവിടെയായിരുന്നു? ആനമങ്ങാട് സ്കൂളിൽ, ആനമങ്ങാട് ഹൈസ്കൂളിൽ ഹൈസ്കൂളിലായിരുന്നു. പക്ഷെ അവർ നീഡിൽ ടീച്ചറായിരുന്നു. അപ്പോൾ അവിടുന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഞാനും റിട്ടയർഡാണ്. എൻ്റെ മകൻ എഞ്ചിനീയറാണ്, അജിത്ത് സുകുമാരൻ. എഞ്ചിനീയറാണ്, കുവൈറ്റിലാണ്. അവൻ്റെ ഭാര്യയും മക്കളും 3. മരുമകളുടെ പേര്? മരുമകളുടെ സുമി. ആ കുട്ടിയുടെ വീട് എവിടെ? ക്രിസ്ത്യാനി പെൺകുട്ടിയാണ്. എവിടെ വീട്? എവിടെ? കായംകുളത്താണ്. കായംകുളത്തുകാരി സുമിയാണ് പെൺകുട്ടിയാണ്. അതെ അതെ, നമ്മൾ ജാതി മതമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ. അതെ അതെ, മതം അവർക്ക് ആദ്യത്തിൽ സ്വല്പം ഒരു അസ്വാരസ്യം ഉണ്ടായെങ്കിൽ കൂടെ അതിനുശേഷം ഇന്ന് ഞങ്ങള് എല്ലാവരും നല്ല മനുഷ്യരായി ജീവിക്കുക, അത്രയേ ഉള്ളൂ. വളരെ ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. അതെ അതെ. അത് കഴിഞ്ഞാൽ മകള് അമ്പിളി സുകുമാരൻ. ആ കുട്ടി MBA കാരിയാണ്. എയറോസ്റ്റായിട്ട് ജോലി ചെയ്ത് കുറെ കാലം എക്സ്പ്രസില്. പിന്നെ കഴിഞ്ഞു ഇപ്പൊ ഹൗസ് വൈഫാണ് ബോംബെയില്. മരുമകൻ ബിർള ക്യാപിറ്റൽസില് ഹെഡ് HR ആയിരുന്നു. HR മാനേജറാണ്. പിന്നെ മൂപ്പര് മനസ്സിലാക്കി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രക്ഷയില്ല, കാരണം മേലുള്ള പോസ്റ്റ് ഒഴിയാതെ നമുക്ക് പ്രൊമോഷൻ ഇല്ല. മരുമകൻ്റെ പേരെന്തായിരുന്നു? ശിവകുമാർ. അവൻ തീരുമാനിച്ചു നമുക്കത് ഒഴിയണം, കാരണം ഇനി പ്രൊമോഷൻ കിട്ടില്ല. ഇനി ആ സാലറിയിൽ വേറെ എവിടെയും പ്ലേസ്മെന്റ് കിട്ടില്ല. ആ സാലറിയിൽ ഇപ്പം ബിർള കൂടെ സാലറി അവന് വേറെ പ്ലേസ്മെന്റ് ഇല്ല. ഇനിയിപ്പോൾ ആരെങ്കിലും കിട്ടുകയാണ് അദാനി മാത്രമാണ് നോക്കുന്നത്, വേറെ എവിടെയില്ല. അവിടെയൊക്കെ പോസ്റ്റ് വേക്കൻ്റ് ഇല്ല. അപ്പോൾ അവൻ സ്വന്തം തീരുമാനം എടുത്തു, റിസൈൻ ചെയ്തു. ഇപ്പോൾ കൺസൾട്ടൻസി നടക്കുകയാണ് ബോംബെയിൽ. നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ അത് കൂടാതെ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് ബോംബെയിൽ തന്നെ. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ഒരു മനുഷ്യനാണ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു മനുഷ്യൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ക്ഷേത്രകാര്യങ്ങളിൽ വളരെ തൽപരനായ മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് റിട്ടയർമെൻറ്റ് ലൈഫിലും എയർ ഇന്ത്യയിൽ വളരെ സജീവമായി സാങ്കേതിക പ്രവർത്തനം നടത്തിയ സാങ്കേതിക ഉദ്യോഗസ്ഥൻ. നാട്ടിലെ സർവ്വകാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു മനുഷ്യസ്നേഹിയാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കണ്ടത്. മാനവ സേവയാണ് ഈശ്വര സേവ എന്നുള്ള ഒരു തത്വത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ജാതിയോ മതമോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ നിദാനം. പറയൂ. ഇപ്പോഴും നമ്മൾ കൃഷിപ്പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ജൈവ കൃഷിയിലാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തിനൊരു ജൈവ പച്ചക്കറി തോട്ടമുണ്ട്. അവിടെ ഞാൻ വരുമ്പോൾ കണ്ടു ചീരയുണ്ട്, അതുപോലെ വെണ്ടയ്ക്കുണ്ട്, വഴുതനങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. സർവ്വത് ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്, കാണിച്ചു തന്നു. അപ്പോൾ നമ്മളെ ഒരു കർഷകനും കൂടിയാണ് ശ്രീ സുകുമാരൻ സാറ്. സുകുമാരൻ സാറിൻ്റെ ജീവിതത്തിൽ വലിയ സുകുമാരൻ സാറിനും സാറിൻ്റെ പത്നി ദേവയാനി മേഡത്തിനും ടീച്ചർക്കും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും ഈ പ്രവർത്തനങ്ങൾ തുടരാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറയുന്നു. ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് അങ്ങനെ അത് പറയുന്നു. താങ്ക് യു സർ. താങ്ക് യു.